നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിസർച്ച് ഓഫീസർ എക്സാമിന് വേണ്ടി മാത്തമാറ്റിക്സിന്റെ യൂണിറ്റ് 1 പാർട്ട് 29 നമ്പർ സിസ്റ്റം ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലെ നമ്പർ സിസ്റ്റം ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ടും നമ്പർ സിസ്റ്റം എന്ന ടോപ്പിക്കിൽ അവർ എടുത്തു പറയുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും ആയിരുന്നു. അപ്പൊ അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലും എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. എന്തായിരുന്നു റാഷണൽ നമ്പർ, എന്തായിരുന്നു ഇറാഷണൽ നമ്പർ? ശ്രദ്ധിച്ചിരിക്കണേ. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? P/Q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുകയും ബോത്ത് P ആൻഡ് Q ഇന്റിജേഴ്സ് ആവുകയും വേണം. ശരിയല്ലേ? P/Q ഫോമിൽ എഴുതാൻ പറ്റുകയും പിയും ക്യൂവും ഇന്റിജേഴ്സ് ആവുകയും ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ എന്ന് വിളിക്കുക. ശരിയല്ലേ? പി ആൻഡ് ക്യൂ ആർ എന്താണ്? ഇന്റിജേഴ്സ്. പിയും ക്യൂവും ഇന്റിജേഴ്സും ആയിരിക്കണം. അത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ആൻഡ് പ്രൊവൈഡഡ് ദാറ്റ് ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുക. ഇനി എന്താണ് ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ? ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് ഇറാഷണൽ എന്നുള്ള പേരിട്ട് വിളിക്കുക. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്താണ്? cannot be expressed as P/Q, P and Q are integers. പിയും ക്യൂവും ഇന്റിജേഴ്സ് ആവുന്ന രീതിയിൽ നമുക്ക് P/Q എന്ന ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? ഇറാഷണൽ നമ്പേഴ്സ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി റാഷണൽ എക്സാമ്പിൾ പറഞ്ഞേ. റാഷണൽ എക്സാമ്പിൾ 2/3, 4/5 ഇതൊക്കെ റാഷണൽ എക്സാമ്പിൾ ആണ്. ഇറാഷണൽ എക്സാമ്പിൾ എന്താണ് പറയാ? √2, √7 ഇതൊക്കെ ഇറാഷണൽ എക്സാമ്പിൾ ആണ്. ശരിയല്ലേ? √2, √7 എന്ന് പറയുന്ന ആൾക്കാരൊന്നും ഇന്റിജേഴ്സ് അല്ല. നോക്കണേ. ഇനി നമുക്ക് കുറച്ച് MCQs നോക്കാം. റാഷണൽ ഇറാഷണൽ ഐഡിയ വെച്ച് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കിക്കോളൂ. 0.23 ബാർ ഈസ് എന്താണെന്നാണ് ചോദ്യം. 0.23 ബാർ എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആണോ, റാഷണൽ നമ്പർ ആണോ, പ്രൈം നമ്പർ ആണോ, കോമ്പോസിറ്റ് നമ്പർ ആണോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ബാർ നൊട്ടേഷൻ? നമ്മൾ ബോഡ്മാസ് റൂളിനകത്ത് വിൻകുലം ബോഡ്മാസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വിൻകുലമാണ് ബാർ നൊട്ടേഷൻ. അവിടുത്തെ ബാർ നൊട്ടേഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ റെക്കറിങ് കാണിക്കാൻ വേണ്ടി, അഥവാ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബാർ നൊട്ടേഷൻ ഉപയോഗിക്കുക. ഉദാഹരണം ഇപ്പൊ 0.3333 എക്സെട്ര എന്നതിനെ നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് 0.3 ബാർ എന്ന് ഉപയോഗിക്കാം. ആ ബാർ ഇട്ട പോർഷനിലുള്ള നമ്പർ റെക്കർ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതായത് 0.232323 എക്സെട്ര എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0.23 ബാർ എന്ന് എഴുതാം. ഓക്കെ, ആ 23ക്കാണ് നമ്മൾ അവിടെ എന്തുപയോഗിക്കുന്നത്? ബാർ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ പറയുന്ന 0.23 ബാർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 0.232323 എക്സെട്ര ആണ് എന്ത്? 0.23 ബാർ. ഓക്കെ, ഇതിനെ ഞാൻ ജസ്റ്റ് എക്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, എക്സ് എന്ന് വിളിക്കുന്നു. അതായത് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 0.232323 എക്സെട്ര. ഞാൻ രണ്ട് സൈഡിലും ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇപ്പൊ എന്താണ് വരിക? 100x ഇസ് ഈക്വൽ ടു 23.2323 എക്സെട്ര എന്ന് വരും. ശരിയല്ലേ? ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2-ൽ നിന്നും ഇക്വേഷൻ നമ്പർ 1 കുറച്ചാൽ എന്താണ് വരിക? 100xൽ നിന്നും എക്സ് കുറച്ചാൽ നമുക്ക് 99x ആണ് കിട്ടുക. 23.232323ൽ നിന്ന് 0.232323 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 23 കിട്ടും. അവിടെ നമുക്ക് എന്ത് കിട്ടും? എക്സ് എന്ന് പറയുന്നത് 23/99 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 0.232323 എക്സെട്ര അല്ലേ? ദർഫോർ 0.23
ബാർ എന്ന് പറയുന്നത് 23 ഡിവൈഡഡ് ബൈ 19 ആണ്. ഓക്കെ, ഇത് ഏത് ഫോർമാറ്റ് ആണ്? പി ബൈ ക്യൂ ഫോം ആണല്ലോ. പി ബൈ ക്യൂ ഫോം ആണ്. പിയും ക്യൂവും എന്താണ്? ഇന്റിജേഴ്സും ആണ്. സോ അപ്പൊ ഇത് എന്താണെന്ന് പറയാം നമുക്ക്? ഇതൊരു റാഷണൽ നമ്പർ ആണ് എന്ന് നമുക്ക് പറയാം. 0.23 ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റാഷണൽ നമ്പർ ആണ്. റാഷണൽ നമ്പർ. ഓക്കെ, ഇനി എക്സാമിന് നമ്മൾ ഇത്രയും സ്റ്റെപ്പുകൾ എഴുതി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും ആലോചിക്കുക, ഇപ്പം 0.23 ബാർ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബാർ ഇല്ലാണ്ട് ആ നമ്പർ എഴുതുക എന്നുള്ളതാണ്. 23 എഴുതുക. പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സിന് ബാർ ഉണ്ടോ അത്രയും 9 കൊടുക്കുക. ഇപ്പൊ 2 നമ്പേഴ്സിന് ബാർ ഉണ്ട്, ഇപ്പൊ 2 9 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതൊരു ഷോർട്ട് കട്ട് ആണ്, അത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് ആണ് ഇത് കേട്ടോ. ഓക്കെ, പക്ഷെ എല്ലാ നമ്പേഴ്സിനും ബാർ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പൊ ഏതെങ്കിലും നമ്പറിന് ബാർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ രീതിയിലാണ് അത് ചെയ്യുന്നത്. അത്രയും ഡീറ്റെയിൽഡ് ഇതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് ബേസിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. യെസ്, രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 2. √3 പ്ലസ് √11 ഹോൾ സ്ക്വയർ ഇസ് ആൻ എന്താണെന്നാണ് ചോദ്യം. നാച്ചുറൽ ആണോ, ഹോൾ ആണോ, ഇറാഷണൽ ആണോ, റാഷണൽ ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് എന്ത് ഫോർമാറ്റ് ആണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റ് ആണ്. ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ളതാണ് നമുക്ക് അതിന്റെ ആൻസർ വരിക. അതായത് √3 പ്ലസ് √11 ഹോൾ സ്ക്വയർ എന്നുള്ളത് എന്തുവരും? √3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു √3 ഇൻറ്റു √11 പ്ലസ് √11 സ്ക്വയർ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. √3യുടെ സ്ക്വയർ 3 വരും. 2 ഇൻറ്റു √33 കിട്ടും. √11ന്റെ സ്ക്വയർ 11 വരും. 11 3 എത്രയാണ്? 14 പ്ലസ് 2√33. ഇതെന്താണ് ഫോർമാറ്റ്? ഇത് എന്താണ്? ഇറാഷണൽ ആണ്. കാരണം √33 ഉണ്ട് അല്ലെ. നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ പിയും ക്യൂവും ഇന്റിജർ ആവുന്ന രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റില്ല. √33 നമുക്കൊരു എന്താണ്? ഒരു റിയൽ ഒരു ഇന്റിജറിലേക്ക് നമുക്ക് ആൻസർ കൊണ്ടുവരാൻ പറ്റില്ല. സോ ദിസ് ഈസ് ഒബ്വിയസ്ലി എ ഇറാഷണൽ നമ്പർ. ഇതെന്താണ്? ഇറാഷണൽ നമ്പർ. ശരിയാണല്ലോ. ഇത് റാഷണൽ അല്ല. പി ബൈ ക്യൂ ഫോമിൽ വിത്ത് പി ആൻഡ് ക്യൂ ഇന്റിജേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. സോ ഇത് ഒരു ഇറാഷണൽ നമ്പർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ദ പ്രോഡക്റ്റ് ഓഫ് √3 ആൻഡ് √2. √2ന്റെയും √3യുടെയും പ്രോഡക്റ്റ് എന്താണെന്നാണ് ചോദ്യം. അതായത് നമുക്കറിയാം √a ഇൻറ്റു √b എന്ന് പറയുന്നത് എന്താണ്? √(ab) ആണ് അല്ലെ. സോ √2 ഇൻറ്റു √3 എന്ന് പറയുന്നത് √2 ഇൻറ്റു 3. ആൻസർ എന്താണ് വരിക? √6 ആണ് വരിക. √6 എന്ന് പറയുന്നത് എന്താണ്? ഇസ് ഇറാഷണൽ. കറക്റ്റ് ആയിട്ട് നമുക്കൊരു റൂട്ട് പറയാൻ പറ്റുന്നില്ലല്ലോ. ശരിയല്ലേ? കറക്റ്റ് ഒരു റൂട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പം ഇത് ഇറാഷണൽ ആണ്. √6 എന്ന് പറയുന്നത് ഇറാഷണൽ ആണ്. ഓക്കെ, പി ബൈ ക്യൂ ഫോമിൽ പിയും ക്യൂ ഇന്റിജേഴ്സ് ആവുന്ന രീതിയിൽ നമുക്കിത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ എന്നുള്ളതാണ് നമുക്ക് ആൻസർ വരിക. ഇനി എക്സാമിൽ ചോദിക്കുന്നത് ഇപ്പൊ √2 √8 ആയിരുന്നു ചോദിച്ചതെങ്കിൽ ദ പ്രോഡക്റ്റ് ഓഫ് √2 ആൻഡ് √8. ഇപ്പം √2 സെപ്പറേറ്റ്ലി എന്താണ്? ഇറാഷണൽ ആണ്. √8ഉം ഇറാഷണൽ ആണ്. പക്ഷെ അതിന്റെ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ എന്താണ് വരിക? √2 ഇൻറ്റു 8. എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇതെല്ലായ്പ്പോഴും ഇറാഷണൽ തന്നെ പറയണം നിർബന്ധമില്ല. √16 4 ആണ്. 4നെ 4/1 പി ബൈ ക്യൂ ഫോം വിത്ത് പി ആൻഡ് ക്യൂ ആർ ഇന്റിജേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. സോ ഇതാണെങ്കിൽ റാഷണൽ ആയിട്ടാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ വന്നിട്ടുള്ള കേസ് ഇറാഷണൽ തന്നെയാണ്. അതിനകത്ത് നമുക്ക് പേടിക്കാനൊന്നുമില്ല. അടുത്ത നോക്കിയോളൂ, നാലാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 5 ആൻഡ് 7. 5നും 7നും ഇടയ്ക്ക്, ഇപ്പൊ നമ്പർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ 5നും 7നും ഇടയ്ക്ക് എന്താണ്? ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ്. പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന പിയും ക്യൂവും ഇന്റിജേഴ്സ് ആവുന്ന ഏത് നമ്പർ എടുത്താലും അതിനെ ബൈ 1 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാലോ. എന്താണ്? പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന പിയും ക്യൂവും ഇന്റിജേഴ്സ് ആവുന്ന ഇൻഫിനിറ്റ്ലി മെനി നമ്പേഴ്സ് ഉണ്ടാവും. ശരിയല്ലേ? അപ്പം നമ്മളിപ്പോ ഒരു പി ബൈ ക്യൂ ഫോം 5 ഡിവൈഡഡ് ബൈ
50 ഡിവൈഡഡ് ബൈ 10 അല്ലെങ്കിൽ 12. ഇതൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വരിക? അല്ലെങ്കിൽ 50 ഡിവൈഡഡ് ബൈ 9 അല്ല, നമുക്ക് 5നേക്കാൾ വലിയ ആൻസർ കിട്ടുന്ന രീതിയിൽ ഇഷ്ടംപോലെ റേഷ്യോസ് എടുക്കാമല്ലോ. ഇപ്പൊ 5.2 ആൻസർ കിട്ടണം. ഇപ്പൊ 52 ഡിവൈഡഡ് ബൈ 10, 52 ഡിവൈഡഡ് ബൈ 10. ഇത് പി ബൈ ക്യൂ ഫോം വിത്ത് പിയും ക്യൂവും ഇന്റിജേഴ്സ് അല്ലേ? ഇതിന്റെ ആൻസർ 5.2 ആണ്. അപ്പൊ 5.2 ഇവിടെ വരും. അതേപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നമുക്ക് എണ്ണിത്തീരാത്തത്രയും വേണമെങ്കിൽ എഴുതാലോ. 5.2 ബൈ 10, 5. ഇപ്പം 522 ബൈ 100, 5222 ബൈ 1000. അങ്ങനെ പോവും. ഇഷ്ടം പോലെ ഉണ്ട്, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന്, അല്ലെ? ഇപ്പൊ ഇൻഫിനിറ്റ്ലി മെനി, നമുക്ക് അത് എണ്ണി എടുക്കാൻ പറ്റില്ല. ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 5 and 7. ഏത് കോൺസിക്യൂട്ടീവ് ഇന്റിജേഴ്സിന് ഇടയ്ക്ക് ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് ഉണ്ടാവും? അഞ്ചാമത്തെ ചോദ്യം നോക്കോളൂ. 5 പ്ലസ് 2 റൂട്ട് 5 എന്ന് പറയുന്നത് എന്താണ്? ഇറാഷണൽ നമ്പർ ആണ്. ശരിയാണല്ലോ. റൂട്ട് 5 അവിടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇറാഷണൽ നമ്പർ. അവിടെ വേറെ ചോയ്സ് ഇല്ല. കാരണം റൂട്ട് 5 ഒരു ഇന്റിജർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ അതെന്താണ് സംഭവം? ഒരു ഇറാഷണൽ നമ്പർ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആറാമത്തെ ചോദ്യം നോക്കിയോളൂ. Which of the following rational number lies between 1/4 and 1/2? 1/4 എന്ന് പറഞ്ഞാൽ 0.25, 1/2 എന്ന് പറഞ്ഞാൽ 0.5. ഈ രണ്ട് നമ്പേഴ്സിന് ഇടയിലുള്ള നമ്പർ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, 1/8 എന്ന് പറഞ്ഞാൽ 0.125 ആണ്. അത് 0.25നേക്കാൾ ചെറുതാണ്, അതല്ല. 1/6, 1 ഡിവൈഡഡ് ബൈ 6, ഇവിടെ ഒരു പോയിന്റ് കൊടുത്താൽ 10 വരും. 0.1, ഒരാറ് 6, ശിഷ്ടം 4. 0.1 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 0.25നേക്കാൾ ചെറുതാണ്. അപ്പൊ അത് ഒഴിവാക്കിയിടാം. ഓക്കെ, പിന്നെ വരുന്നത് 3/5. 3/5 എന്ന് പറഞ്ഞാൽ 6/10 ആണ്. അത് 0.6 ആണ്. അത് 0.5നേക്കാൾ വലുതാണ്. അപ്പൊ അത് ഒഴിവാക്കും. അപ്പൊ നമ്മുടെ ആൻസർ തീർച്ചയായിട്ടും എന്തായിരിക്കും? 3/8 ആയിരിക്കും നമുക്ക് ആൻസർ വരിക. 3/8 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് കൊടുത്താൽ 30 വരും. 4 8 32ലേക്ക് പോകണ്ട, 3 8 24 മതി. 3 8 24. 0.3 സംതിങ് ആണ് നമുക്ക് ആൻസർ വരുന്നത്. 0.3 എന്ന് പറയുന്നത് 0.2നും 0.5നും ഇടയിലാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ ആണല്ലോ. ജസ്റ്റ് ഹരിച്ചു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. ഓക്കെ, ഏഴാമത്തെ ചോദ്യം നോക്കിക്കോളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു 23/99, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ശരിയല്ലേ? എക്സെട്ര ഉണ്ട് കേട്ടോ. 0.232323 എക്സെട്ര. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ശരിക്കും ഇതിനൊരു എക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 100x എന്ന് പറയുന്നത് 0.23, 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 23.2323 എക്സെട്ര എന്ന് വരും. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ആണെങ്കിൽ ഇക്വേഷൻ നമ്പർ 2വിൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 കുറച്ചു കഴിഞ്ഞാൽ 100x x കുറച്ചാൽ 99x ഈക്വൽ ടു 23.232323ൽ നിന്ന് 0.2323 കുറച്ചാൽ 23 കിട്ടും. അവിടുന്ന് x is equal to 23 divided by 99. ഓപ്ഷൻ ബി 23 divided by 99 ആണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടുക. നെക്സ്റ്റ്, എട്ടാമത്തെ ചോദ്യം നോക്കോളൂ. Which of the following is a rational number lies between √5 and √7? √5 എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു തുടക്കം കിട്ടിയാൽ മതി. √5 എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4 ആണ്, അല്ലെ? 3യുടെ സ്ക്വയർ 9ലേക്ക് പോകും. അപ്പൊ √5 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പോയിന്റ് സംതിങ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അത് എത്രയാണെന്ന് അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. √7 എന്ന് പറഞ്ഞാലും 3യുടെ സ്ക്വയറിൽ 9ലേക്ക് പോകുന്നുണ്ട്. 2 പോയിന്റ് സംതിങ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇതൊരു 2.2ഉം √7 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു 2.67 ആ റേഞ്ചിലൊക്കെ വരും. നമുക്കൊരു ഏകദേശം ഐഡിയ മതി കേട്ടോ, കറക്റ്റ് വാല്യൂ വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇതിനിടയിൽ നിൽക്കുന്ന ആൾ ആരാണെന്നാണ് ചോദ്യം. അതായത് 2 പോയിന്റ് വരണം നമുക്ക് ആൻസർ. അങ്ങനെ വരുന്നത് എന്താണ്? ഇതെന്തായാലും 4 പോയിന്റ് ആണ് ആൻസർ. 1/5 എന്താണ്? 4.2 വരും. ഓക്കെ, ഇത് 1 പോയിന്റ് ആണ് ആൻസർ, അതല്ല. ഇത് 3 പോയിന്റ് ആണ്. 2 പോയിന്റ് വരുന്ന ഒറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളടാ, ഇത് മാത്രമല്ലേ ഉള്ളൂ, അല്ലെ? 2/5 എന്ന് 2 and 2/5 എന്ന് പറഞ്ഞാൽ 2.4 വരും. ശരിയല്ലേ? 2/5 എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? 0.4 അല്ലേ? അപ്പൊ 2.4.
അപ്പൊ ഇത് ഇതിന്റെ ഇടയ്ക്കാണ് വരുന്നത്. 2.4 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കാണ് വരുന്നത്. ശരിയാണല്ലോ? ഈസി ആയിട്ട് ഐഡന്റിഫൈ. അപ്പൊ കാണുമ്പോൾ ഇത് പ്രയാസമാണെന്ന് വിചാരിക്കും. ഇത് എങ്ങനെയാണ് ചെയ്ത് നോക്കുക എന്നുള്ള സംശയം ഉണ്ടാവും. ഒരു ട്രയൽ ആൻഡ് എറർ അല്ലെങ്കിൽ ജസ്റ്റ് ബേസിക് ആ ഒരു സ്റ്റാർട്ടിംഗ് ഡിജിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എലിമിനേഷൻ വഴി നമുക്ക് ഈസി ആയിട്ട് ആൻസർ എടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. 9ാമത്തെ ചോദ്യം നോക്കോളൂ. താഴെ പറയുന്നതിൽ റാഷണൽ നമ്പർ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ അല്ലാത്തത്, നോട്ട് എ റാഷണൽ നമ്പർ എന്ന് ചോദിച്ചാൽ P/Q ഫോമിൽ എഴുതാൻ പറ്റാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഓരോന്നായിട്ട് നോക്കി നോക്കാം. √3² + 4² എന്താണ് സാധനം? 9 + 16. √25 is 5. 5നെ 5/1 എന്ന് എഴുതാം. വേർ P/Q ഫോം വിത്ത് P and Q are integers. അപ്പൊ ഇത് ശരിയാണ്. ഇതിനെ നമുക്ക് റാഷണൽ ആയിട്ട് എഴുതാൻ പറ്റും. അതെന്താണ്? നോട്ട് എ റാഷണൽ അല്ല, ഇറ്റ് ഈസ് റാഷണൽ. ഇനി അടുത്തത് √12.96. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? √1296/100 എന്നെഴുതാം. ഓക്കെ, 1296 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ ആണ് വരിക? 3 വരും. 34 അല്ലെങ്കിൽ 36 ആണ് വരിക. 35ന്റെ സ്ക്വയർ 3 4 12 25 അതിനേക്കാൾ വലുത്. അപ്പൊ 36ന്റെ സ്ക്വയർ ആണ്. 36ന്റെ സ്ക്വയർ ആണ് 1296. ഓക്കെ, ഡിവൈഡഡ് ബൈ 100ന്റെ സ്ക്വയർ റൂട്ട് 10 വരും. ഓക്കെ, ഇതെന്താണ്? P/Q ഫോം വിത്ത് P and Q are integers ആണ്. സോ ദിസ് ഈസ് റാഷണൽ. ഇതെന്താണ്? റാഷണൽ. ഇപ്പൊ രണ്ടാമത്തെ റാഷണൽ ആയിട്ടാണ് കിട്ടിയത്. പക്ഷെ നമുക്ക് വേണ്ടത് നോട്ട് എ റാഷണൽ ആണ്. ഓക്കെ, ഇതും റാഷണൽ ആണ്. പിന്നെ √125നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. 25 × 5 എന്ന് എഴുതാൻ പറ്റുള്ളൂ, അല്ലെ? അതായത് 5√5 എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഈ √5 ഒഴിവാക്കാൻ നമ്മുടെ കയ്യിൽ ഒരു വഴിയില്ല. സോ ഇത് എന്താണ്? P/Q ഫോം വിത്ത് P and Q ഇന്റിജർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. സോ √125 എന്ന് പറയുന്നതാണ് നോട്ട് റാഷണൽ. സോ ദിസ് ഈസ് ദ ആൻസർ. √900നെ നമുക്ക് 30 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അത് 30യെ 30/1 എന്ന് എഴുതാം. P/Q ഫോം വിത്ത് P and Q are integers ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി √125 ആണ് ആൻസർ. ഓക്കെ അല്ലെ? √125 ഇസ് ദ ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 10ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റാഷണൽ നമ്പർ. താഴെ പറയുന്നതിൽ റാഷണൽ നമ്പർ അല്ലാത്തത് ഏത്? നോട്ട് എ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറാഷണൽ. ഇറാഷണൽ ഈസ് പൈ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൈ ഈസ് ഇറാഷണൽ. നമ്മൾ റാഷണൽ ഇറാഷണൽ പഠിപ്പിച്ചപ്പോൾ തന്നെ പഠിപ്പിച്ചാണ് പൈ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇറാഷണൽ നമ്പർ. അപ്പൊ ഞാൻ ഒരു കാര്യം അവിടെ സൂചിപ്പിച്ചു. പൈ ഈസ് ഈക്വൽ ടു 22/7 അല്ലേ? അത് P/Q ഫോം വിത്ത് P and Q are integers അല്ലേ എന്ന് ചിലർക്ക് സംശയം തോന്നാം. പക്ഷെ 22/7 എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ആക്ച്വൽ വാല്യൂ ഓഫ് പൈ, ഇറ്റ്സ് ജസ്റ്റ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് പൈ. സോ ഒബ്വിയസ്ലി പൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇറാഷണൽ ആയിട്ടുള്ള നമ്പറാണ്. അത് നോൺ റെക്കറിംഗ് ആയിട്ടുള്ള, നോൺ റിപ്പീറ്റിംഗ് ആയിട്ട്, നോൺ റെക്കറിംഗ് ആയിട്ടുള്ള, നോൺ എൻഡിങ് ആയിട്ടുള്ള ഒരു ഡെസിമൽ ഫോം ആണ്. സോ ഇറ്റ്സ് ആൻ ഇറാഷണൽ നമ്പർ. ക്ലിയർ? നെക്സ്റ്റ് 10ാമത്തെ ആയിരുന്നു അല്ലെ? 11ാമത്തെ ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 11. 0.125 ബാർ. ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പവഴി പറഞ്ഞു തന്നായിരുന്നു. എന്താണ്? 125 എത്ര നമ്പേഴ്സിന് ബാർ ഉണ്ടോ അത്രയും 9 കൊടുക്കുക. 125 ഡിവൈഡഡ് ബൈ 999 എന്നുള്ളതാണ് അതിന്റെ P/Q ഫോർമാറ്റ്, റാഷണൽ ഫോം എന്ന് പറയുന്നത്. ശരിയല്ലേ? ശരിക്കും ഇതെങ്ങനെയാണ് വന്നത്? 0.125 ബാറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0.125 125 125 എക്സെട്ര എന്ന് നമുക്ക് എഴുതാം. ശരിയാണല്ലോ? ഇതിനെ ഞാൻ എന്തെന്ന് വിളിക്കുന്നു? എക്സ് എന്ന് വിളിക്കുന്നു. എക്സ് ഇസ് ഈക്വൽ ടു 0.125 125 125 എക്സെട്ര. രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1000x. കാരണം ആ റിപ്പീറ്റ് ചെയ്യുന്ന മൂന്ന് ഡെസിമൽസ് ഒരുമിച്ചാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 3 നമ്പേഴ്സ് ആണ് റിപ്പീറ്റഡ് ഫോർമാറ്റിൽ പോകുന്നത്. അതായത് 125.125 125 എക്സെട്ര എന്ന് വരും. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1000ൽ നിന്ന് എക്സ് കുറച്ചാൽ 999x ഇസ് ഈക്വൽ ടു 125 എന്ന് കിട്ടും. അവിടുന്ന് x ഇസ് ഈക്വൽ ടു
125 ഡിവൈഡഡ് ബൈ 999 എന്ന് കിട്ടും. ഓക്കെ, എക്സിന്റെ വാല്യൂ എത്രയാണ് കിട്ടുക? 125 ഡിവൈഡഡ് ബൈ 999. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 12ാമത്തെ ചോദ്യം. ദ റാഷണൽ വാല്യൂ ഓഫ് ദ ഡിനോമിനേറ്റർ ഓഫ് 1/2 പ്ലസ് റൂട്ട് 3. ഇപ്പൊ എന്താണ് ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് റൂട്ട് 3നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 മൈനസ് റൂട്ട് 3 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ. നേരത്തെ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. സോൾവ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ അല്ലെ? 2 മൈനസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ താഴെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 2 സ്ക്വയർ മൈനസ് റൂട്ട് 3 സ്ക്വയർ. ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു 2 മൈനസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ 4 റൂട്ട് 3 സ്ക്വയർ 3 വരും. ഓക്കെ, 2 മൈനസ് റൂട്ട് 3 ബൈ 1 വരും. ആൻസർ എന്താണ്? 2 മൈനസ് റൂട്ട് 3. ഓപ്ഷൻ ബി 2 മൈനസ് റൂട്ട് 3 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിക്കോളൂ. 13ാമത്തെ ചോദ്യം. The rational value of the denominator of 1 divided by 5 plus 2 root 3. എന്താ ചെയ്യണ്ടേ? 1 divided by 5 plus 2 root 3 ആണെങ്കിൽ നമ്മൾ 5 മൈനസ് 2 root 3 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താണ് വരിക? 5 മൈനസ് 2 root 3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതായത് 25 മൈനസ് 2 root 3യുടെ സ്ക്വയർ. അതിൽ 2ന്റെ സ്ക്വയർ 4 വരും. റൂട്ട് 3യുടെ സ്ക്വയർ 3 വരും. Okay, so this is equal to 5 minus 2 root 3 divided by 25 minus 12 വരും. It's equal to 5 minus 2 root 3 divided by 13 വരും. ശരിയാണല്ലോ? ഓപ്ഷൻ ബി is the answer. 5 minus 2 root 3 divided by 13 എന്നുള്ളതാണ് നമുക്കിവിടെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? 5 minus 2 root 3 divided by 13. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 14ാമത്തെ ചോദ്യം. Among the following, which is an irrational number? താഴെ പറയുന്നതിൽ ഒരു ഇറാഷണൽ ആയിട്ടുള്ള നമ്പർ ഏതാണെന്നാണ് ചോദ്യം. ഇറാഷണൽ അല്ലല്ലോ, റാഷണൽ ഏതാണെന്ന് ചോദ്യം. അതായത് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നത് ഏതാണ്? ക്യൂബ് റൂട്ട് ഓഫ് 8. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2നെ 2/1 എന്ന് എഴുതാം. സോ എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് 8 ആണ് നമുക്ക് റാഷണൽ ആയിട്ടുള്ള നമ്പർ. P/Q ഫോമിൽ എഴുതാൻ കഴിയുകയും പിയും ക്യൂവും ഇന്റിജർ ആവുന്ന നമ്പർ ക്യൂബ് റൂട്ട് ഓഫ് 8 ആണ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 15ാമത്തെ ചോദ്യം. Which of the numbers given below is not a rational number? താഴെ പറയുന്നതിൽ റാഷണൽ നമ്പർ അല്ലാത്ത ഏതാണെന്നാണ് ചോദ്യം. റൂട്ട് 64 8 8/1 എന്ന് എഴുതാം, റാഷണൽ ആണ്. ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് പറഞ്ഞാൽ 4നെ 4/1 എന്ന് എഴുതാം, അത് റാഷണൽ ആണ്. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ 2നെ 2/1 എന്ന് എഴുതാം, അത് റാഷണൽ ആണ്. ശരിയല്ലേ? റൂട്ട് 8നെ നമുക്ക് റൂട്ട് 8/1 എന്നേ എഴുതാൻ പറ്റുള്ളൂ. where root 8 is not an integer. Therefore, this is not a rational number. Option D is the answer. റാഷണൽ നമ്പർ അല്ലാത്തത് ആരാണ്? റൂട്ട് 8 ആണ്. ക്ലിയർ ആണല്ലോ? റൂട്ട് 8നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? റൂട്ട് 2 ഇൻറ്റു 4 എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 2 റൂട്ട് 2 എന്നേ നമുക്ക് പരമാവധി പോയാൽ എഴുതാൻ പറ്റുള്ളൂ. അവിടെ സ്റ്റിൽ ആ റൂട്ട് 2 അവിടെ ഉള്ളത് കൊണ്ട് അതിനെ നമുക്ക് എന്താണ് റാഷണൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് 16ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഓൾ ഇറാഷണൽ നമ്പേഴ്സ് ആർ റിയൽ. നമ്മൾ നേരത്തെ ആൻസർ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യം കൂടിയാണ്. എല്ലാ ഇറാഷണൽ ആയിട്ടുള്ള നമ്പേഴ്സും എങ്ങനെയുള്ള നമ്പേഴ്സ് ആണ്? റിയൽ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 17ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ ഏതാണ് ഇറാഷണൽ? അതായത് P/Q ഫോം വിത്ത് P ആൻഡ് Q ഇന്റിജേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റാത്ത ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നോക്കാം. പോയിന്റിന് ശേഷം എത്ര സീറോ ഉണ്ട്? 1 2 3 4 5 6. അങ്ങനെയാണെങ്കിൽ ഇത് 100 ആയിരിക്കും ഇതിന്റെ ആൻസർ വരിക. സോറി, 6 അല്ലേ, 1000 ആയിരിക്കും ഇതിന്റെ ആൻസർ വരിക. ശരിയല്ലോ? 1000 സ്ക്വയർ എടുത്താൽ എന്താണ് വരിക? 10 ക്യൂബിന്റെ സ്ക്വയർ 10⁻6. 6 പൂജ്യം ഉണ്ടോ നോക്കിക്കേ. 3 3 6 0. ഓക്കെ, അപ്പൊ ഇത് 1000/1 എന്ന് എഴുതാൻ പറ്റും ഓപ്ഷനെ.
അടുത്ത നോക്കടാ, ക്യൂബ് റൂട്ട് ആണ്. ക്യൂബ് റൂട്ട് നോക്കണേ. അപ്പൊ ആദ്യമേ നമുക്ക് ടെന്നിന്റെ പവേഴ്സിൽ എഴുതിയാൽ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാം. മുമ്പേ കണ്ട സെയിം നമ്പർ തന്നെയല്ലേ, 3360, അതായത് 10 ക്യൂബ്. 10 ക്യൂബിന്റെ ക്യൂബ് റൂട്ട്, അതായത് 10 ക്യൂബ് റേസ് ടു 1/3. 3 കട്ടായാൽ നമുക്ക് ഇതിനെ 10 എന്ന് എഴുതാം, 10നെ 10/1 എന്ന് എഴുതാം. P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നതാണ് വിത്ത് P and Q are integers. ഇതും സ്റ്റിൽ 10 ക്യൂബ് തന്നെയാണ് അല്ലെ. 10 ക്യൂബിന്റെ 6th റൂട്ട്, അതായത് 10 ക്യൂബ് റേസ് ടു 1/6. 10 ക്യൂബ് റേസ് ടു 1/6 ശരിയല്ലേടോ. അതായത് 10 റേസ് ടു 3/6, 10 റേസ് ടു 1/2 എന്ന് പറയുന്ന റൂട്ട് 10 P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല. സോ ഇത് ആൻസർ വരില്ല. നെക്സ്റ്റ് വരുന്നത് 4th റൂട്ടാണ്, ശരിയല്ലേ. അതായത് 10 റേസ് ടു 6ന്റെ 4th റൂട്ട് എന്താണ് വരിക? 10 റേസ് ടു 6 റേസ് ടു 4 എന്നാണ് വരിക. റേസ് ടു 1/4 എന്നാണ് വരിക. അതായത് 10 റേസ് ടു 6/4 എന്ന് വരും. 10 റേസ് ടു 6/4 എന്ന് പറഞ്ഞാൽ എന്താണോ? 3/2. ഓക്കെ. സോ മക്കളെ, നമ്മുടെ തേർഡ് ഓപ്ഷനകത്ത് ഒരു കറക്ഷൻ ഉണ്ട്. 10 ക്യൂബ് അല്ല, 10 റേസ് ടു 6 ആയിരുന്നല്ലോ മക്കളെ. അത് 10 ക്യൂബ് അല്ലായിരുന്നു കേട്ടോ, 10 റേസ് ടു 6 ആയിരുന്നേ. 10 ക്യൂബിന്റെ സ്ക്വയർ ആണ്, ശരിയല്ലേ. ആ റൂട്ടിനുള്ളിൽ കിടക്കുന്ന സാധനം 10 റേസ് ടു 6 ആണ്. 10 റേസ് ടു 6ന്റെ 6th റൂട്ടാണ് അല്ലെ. 10 റേസ് ടു 6ന്റെ 6th റൂട്ടാണ് നമുക്ക് വേണ്ടത്. അതായത് 10 റേസ് ടു 6 റേസ് ടു 1/6, ആൻസർ 10 വരും. 10നെ 10/1 എന്ന് എഴുതാം, പ്രശ്നമില്ല, ശരിയല്ലേ. ലാസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ നമ്മുടെ ആൻസർ വരുന്നത്. നമുക്കിത് ലാസ്റ്റ് ഓപ്ഷൻ 10, ഇതിപ്പോ ശരിയാണ്, നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ട്. ഓപ്ഷൻ സി, ഞാനത് 10 റേസ് ടു 6ന് പകരം 10 ക്യൂബ് ആണ് നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നത്, അതാണ് മിസ്റ്റേക്ക് വന്നത്. ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? 4th റൂട്ട് ഓഫ് 10 റേസ് ടു 6, 10 റേസ് ടു 6 റേസ് ടു 1/4, 10 റേസ് ടു 6/4, അതായത് 10 റേസ് ടു 3/2. 10 റേസ് ടു 3/2നെ 10 റേസ് ടു 1/2ന്റെ ക്യൂബ്. 10 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് 10 ആണ്. റൂട്ട് 10ന്റെ ക്യൂബ് ഇതെടുത്താൽ നമുക്ക് എന്തേ വരുള്ളൂ? റൂട്ട് 10 ഇൻറ്റു റൂട്ട് 10 ഇൻറ്റു റൂട്ട് 10, അതായത് 10√10 എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുക. ഇത് നമുക്ക് P/Q ഫോമിൽ P and Q ഇന്റിജർ ആയിട്ട് നമുക്കിത് എഴുതാനായിട്ട് പറ്റില്ല. സോ അവിടെ നമുക്ക് ആൻസർ കൺഫേം ചെയ്യാം. ഇതിനകത്ത് ഇറാഷണൽ ആയിട്ട് വരുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ വരുന്നത്, ഫൈനൽ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഇസ് ദ ഇറാഷണൽ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. 18ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഇറാഷണൽ, അതായത് P/Q ആക്കാൻ പറ്റാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ. റൂട്ട് 16 4ആണ്, 4/1 ആക്കാം. അപ്പൊ ഇത് ആൻസർ വരില്ല. 1ന്റെ ഏത് റൂട്ട് എടുത്താലും 1 തന്നെയാണ് അല്ലെ. അപ്പൊ അതിനെ 1/1 എന്ന് എഴുതാം. അപ്പൊ ഇതും ആൻസർ വരില്ല. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറയുന്നത് 2 ആണ്. 2നെ 2/1 എന്ന് എഴുതാം. അപ്പൊ ഇത് ആൻസർ വരില്ല. അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 4th റൂട്ട് ഓഫ് 4 എന്നുള്ളതാണ് ആൻസർ. ഓക്കെ. 4th റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 4 റേസ് ടു 1/4 എന്ന്. 4നെ വേണമെന്നുണ്ടെങ്കിൽ 2 സ്ക്വയർ ആന്ന് നോക്കാം, റേസ് ടു 1/4, അതായത് 2 റേസ് ടു 2/4 എന്ന് വരും. അതായത് 2 റേസ് ടു 2/4 കട്ട് ചെയ്താൽ 1/2 കിട്ടും. 2 റേസ് ടു 1/2നെ നമുക്ക് വേണേൽ റൂട്ട് 2 എന്ന് എഴുതാം. 4th റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് പറയുന്നത്, ശരിയല്ലേ. സോ സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇറാഷണൽ നമ്പർ. നമ്മൾ ഇറാഷണലിന്റെ എക്സാമ്പിൾ ആയിട്ട് തന്നെ പഠിക്കുന്നതാണ് എന്ത്? സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്നൊക്കെ പറയാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 19ാമത്തെ ചോദ്യം നോക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ റാഷണൽ നമ്പർ, താഴെ പറയുന്നതിൽ റാഷണൽ ആയിട്ടുള്ള നമ്പർ ഏതാണ്? അതായത് P/Qവിൽ എഴുതാൻ പറ്റുകയും Pയും Qവും ഇന്റിജർ ആവുകയും ചെയ്യുന്ന നമ്പർ ഏതാണെന്നാണ് ചോദ്യം. ഇപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറയുന്നത് 2 ആണ്. 2 - 2 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ. ഇപ്പൊ ഇത് റാഷണൽ ആണ്. ഇതാണ് നമ്മുടെ ആൻസർ വരും. 0നെ നമുക്ക് 0/1 എന്നോ 0/2 എന്നോ 0 ഇസ് എ റാഷണൽ നമ്പർ. റാഷണലിൽ പെടുന്നതാണ് 0.
സീറോനെ 0/p/q ഫോം വിത്ത് p and q ആർ ഇന്റിജേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്ന നമ്പറാണ് 0. അപ്പം ക്യൂബ് റൂട്ട് ഓഫ് 8 - 2 എന്ന് പറയുന്നത് 2 - 2 is 0 is a rational number. ബാക്കി ക്യൂബ് റൂട്ട് ഓഫ് 2 നമുക്കറിയില്ല, ക്യൂബ് റൂട്ട് ഓഫ് 4 അറിയില്ല, ക്യൂബ് റൂട്ട് ഓഫ് 12 ഒന്നും നമുക്കറിയില്ല. അപ്പൊ അതെല്ലാം വീണ്ടും ഇറാഷണൽ ആയിട്ടുള്ള റൂട്ടുള്ള ഫോമിൽ തന്നെയാണ് അതിന്റെ ആൻസേഴ്സ് വരിക. റൂട്ടിൽ നിന്ന് ഒഴിവായി പോകണം റാഷണൽ ആവണമെങ്കിൽ. അപ്പൊ അങ്ങനെ വരുന്നത് ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 20ാമത്തെ ചോദ്യം നോക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 20. ഫോർത്ത് റൂട്ട് ഓഫ് 1024. ഓക്കെ, 1024 എന്ന് പറയുന്നത് എന്താണോ? ഏതെങ്കിലും നമ്പർ വൈസ് സ്ക്വയർ റൂട്ട് ഓഫ് 1024 നമുക്കറിയാം എത്രയാണ്? 32. 32ന്റെ സ്ക്വയർ ആണ് 1024. ശരിയല്ലേ? 1024 ഒരുപാട് പ്രത്യേകതയുണ്ട്. അത് 32ന്റെ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. 32 എന്ന് പറഞ്ഞാൽ 2/5 ആണ്. സോ 2/5ന്റെ സ്ക്വയർ ആണ്, അതായത് 2/10 ആണ്. സോ 10th റൂട്ട് ഓഫ് 1024 2/10, അതായത് 2/10 എന്ന് വരും. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് 2 ആണ് കിട്ടുന്നത്. 10th റൂട്ട് എടുത്താൽ നമുക്ക് ഇതിന്റെ ആൻസർ 2 കിട്ടും. 2നെ നമുക്ക് 2/1 എന്ന് എഴുതാം, അത് ഇന്റിജർ ആണ്. ഇവിടെ 32നെ 32/1 എന്ന് എഴുതാം, അതും p/q ഫോം വിത്ത് p and q ഇന്റിജർ ആണ്. അപ്പൊ ഓപ്ഷൻ ബിയും അല്ല സിയും അല്ല എന്നുള്ള കാര്യം ഉറപ്പായി. ഇനി 5th റൂട്ട് 2/5. ഇപ്പൊ 1024നെ നമുക്ക് എങ്ങനെ എഴുതാന്ന് പഠിച്ചു? അത് 32ന്റെ സ്ക്വയർ ആണെന്ന് അറിയാം, അതായത് 2/5 സ്ക്വയർ ആണെന്ന് അറിയാം, അതായത് 2ന്റെ സ്ക്വയർ 5 ആണെന്ന് വേണമെങ്കിലും എഴുതാം. അതായത് 4/5 ആണ് സാധനം. ശരിയല്ലേ? 4/5. 2/10നെ നമുക്ക് 2ന്റെ സ്ക്വയർ 5 എന്ന് എഴുതാം. അപ്പൊ അത് 4/5 എന്ന് എഴുതാം. അപ്പൊ ഈ 1024നെ 5th റൂട്ട് ഓഫ് 1024നെ 4/5, 5th റൂട്ട് ആയതുകൊണ്ട് 1/5 എന്ന് കൊടുക്കാം. അപ്പൊ 5 വെട്ടിയാൽ 4 വരും. 4നെ 4/1 എന്ന് എഴുതാം. ഇപ്പൊ 4ഉം 1ഉം ഇന്റിജേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്താണ്? അതും എന്തായിട്ടാണ് വരിക? റാഷണൽ ആയിട്ട് തന്നെയാണ് വരിക. അപ്പൊ ഇതും വരില്ല. അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ബാക്കിയുള്ളതൊക്കെ അല്ല എന്ന് ഉറപ്പിച്ചതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ റേസ് ടു 4 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റില്ല. ശരിയല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് ചിലപ്പോൾ സിംപ്ലിഫൈഡ് ഫോമിലൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന്. ഇപ്പം 1024 റേസ് ടു 1/4 കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, 1024 എന്ന് പറഞ്ഞാൽ 2/10 ആണ്. റേസ് ടു 1/4, അതായത് 2/10/4, അതായത് 2/5/2. ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2/½ ഹോൾ റേസ് ടു 5. 2/½ എന്ന് പറഞ്ഞാൽ √2 ആണ്. റേസ് ടു 5, √2/5 എന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യം വരും. ഓക്കെ, √2, √2, √2, √2, √2. അതിൽ 2 പ്രാവശ്യം ആകുമ്പോൾ ഒരു 2 ആവും, വീണ്ടും 2 പ്രാവശ്യം ആകുമ്പോൾ അടുത്ത 2 ആവും, ബാക്കി ഒരു √2 ഉണ്ടാവും. 2 × 2 4√2 ആണ് നമുക്ക് ആൻസർ കിട്ടും. സോ ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ 4√2 എന്നുള്ള ആൻസർ ആണ്. ഫോർത്ത് റൂട്ട് ഓഫ് 1024 എന്ന് പറയുന്നതിന്റെ ആൻസർ എത്രയാണ്? 4√2 എന്നതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ 4√2 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ ഇറാഷണൽ നമ്പർ. കാരണം √2 അവിടെ ഉണ്ട്. അത് നമുക്ക് എന്തിൽ പെടുത്താൻ പറ്റില്ല? റാഷണലിൽ പെടുത്താൻ പറ്റില്ല. അത് ഇറാഷണൽ ആയിട്ടുള്ള നമ്പറാണ്. സോ അതായിരുന്നു 20ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 21ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. Find the smallest integer whose cube is equal to itself. ക്യൂബ് എന്ന് അപ്പം ഒരു ഇന്റിജർ, അത് നമുക്ക് എക്സ് ആയിക്കോട്ടെ. ഇപ്പൊ ഓപ്ഷനിൽ നിന്ന് എളുപ്പം പറയാം. ക്യൂബ് എടുത്താൽ ആ നമ്പർ തന്നെ കിട്ടും. 2 ക്യൂബ് 8 ആണ്. അത് തന്നെ അല്ല കിട്ടുന്നത്. 0 ക്യൂബ് 0 തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ഓപ്ഷനിലെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഇന്റിജർ ഏതാണെന്നാണ് ചോദ്യം. 0നേക്കാൾ ചെറിയ ആരെങ്കിലും ഉണ്ടോ ഓപ്ഷനിൽ എന്നുള്ളത് നോക്കുക. -1 ഉണ്ട്. -1ന്റെ ക്യൂബ് എടുത്താലും -1 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓക്കെ, ഏറ്റവും ചെറിയ ഇന്റിജർ ആണ് ഏതാണെന്നല്ലേ ചോദ്യം. അങ്ങനെ ഓപ്ഷൻ കൊടുത്തിട്ട് ഈസി ആയിട്ട് എടുക്കാം. തന്നിട്ടുള്ള ഓപ്ഷനിലെ ഏറ്റവും ചെറിയ വാല്യൂ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ആവുന്നുണ്ട്. ശരിയാണല്ലോ? ഇനി ഓൾജിബ്രായിക്കലി ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. സ്മോളസ്റ്റ് ഇന്റിജർ ഹൂസ് ക്യൂബ് ഇസ് ഈക്വൽ ടു ഇറ്റ് സെൽഫ്. അപ്പൊ നമ്മൾ ആ ഇന്റിജർ എക്സ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ക്യൂബ് എടുത്താൽ നമുക്ക് എക്സ് തന്നെ കിട്ടണം.
അതായത് എക്സ് ക്യൂബ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0 കിട്ടണം. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 കിട്ടണം. അവിടുന്ന് എക്സ് ഇസ് ഈക്വൽ ടു 0 ഉണ്ടാവും, എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 ഉണ്ടാവും, എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 ഉണ്ടാവും, എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 1 ഉണ്ടാവും, എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ഉണ്ടാവും. ഓക്കെ, അതായത് എക്സിന് 0 ഉണ്ട്, 1 ഉണ്ട്, മൈനസ് 1 ഉണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ ക്യൂബ് എടുക്കുമ്പോൾ ആ നമ്പർ തന്നെ കിട്ടുന്ന സാറ്റിസ്ഫൈ ആവുന്ന 3 ആൾക്കാരുണ്ട്, 0, 1, മൈനസ് 1. എമംഗ് ദാറ്റ് ഏറ്റവും ചെറിയ ഇന്റിജർ ഏതാണെന്നാണ് ചോദ്യം. 0, 1, മൈനസ് 1 ഏറ്റവും ചെറിയ ആള് ആരാണ്? മൈനസ് 1 ആണ്. ശരിയല്ലേ? ഇത് സാറ്റിസ്ഫൈ ആവുന്ന സ്മോളസ്റ്റ് ഇന്റിജർ ആരാണ്? മൈനസ് 1 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 22ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. The smallest number should be added to the sum of the squares of 15 and 14 so that resulting number is a perfect square. ഓക്കെ, അതായത് 15ന്റെ സ്ക്വയറിന്റെയും 14ന്റെ സ്ക്വയറിന്റെയും കൂടെ എന്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ചെറിയ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതായത് 15ന്റെ സ്ക്വയർ 225, 14ന്റെ സ്ക്വയർ 196, 6, 5, 11, 1 ശിഷ്ടം 1, 9, 2, 11, 1, 12, 2 ശിഷ്ടം 1, 2, 1, 3, 1, 4, 421. ഓക്കെ, 421ന്റെ കൂടെ എന്ത് കൂട്ടിക്കഴിഞ്ഞാൽ അതൊരു 421 കഴിഞ്ഞാൽ പിന്നെ ആ തൊട്ടടുത്ത പെർഫെക്റ്റ് സ്ക്വയർ 441 ആണ്. ശരിയല്ലേ? 20ന്റെ സ്ക്വയർ 400, അത് കഴിഞ്ഞ് 21ന്റെ സ്ക്വയർ 441 ആണ്. അത് എന്ത് കൂട്ടിയാലാണ്? 421ന്റെ കൂടെ ഓപ്ഷൻ ബി ആയിട്ടുള്ള 20 കൂട്ടിയാൽ പോരെ. 421ന്റെ കൂടെ 20 കൂട്ടിക്കഴിഞ്ഞാൽ 441 ആവും. 441ന് റൂട്ട് ഉണ്ട്. ആ 441 21ന്റെ സ്ക്വയറാ. ഇറ്റ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. ശരിയല്ലേ? 441 എന്ന് പറയുന്നത് 21ന്റെ സ്ക്വയർ ആണ്. അപ്പൊ അതെന്തായി? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയി. അപ്പൊ ഏത് നമ്പർ കൂട്ടുമ്പോഴാണ് പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ്? 20 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 23ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഫോർമുല നമ്മൾ നേരത്തെ റിവൈസ് ചെയ്തതാണ്. കാൽക്കുലേറ്റ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 9. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സിന്റെ സം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ്, n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2n പ്ലസ് സം n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഇതാണ് ഫോർമുല. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നതിന്റെ ഫോർമുല ഇതാണ്. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 എന്നതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യാം? എന്നിന് 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തോരും? 9 ഇൻറ്റു 9 പ്ലസ് 1 10 ഇൻറ്റു 2 ഇൻറ്റു 9 18, 1, 19 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, എന്ത് ചെയ്യാം? നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യാം. 23, 6, 3, 9. ഇവിടെ നമുക്ക് കട്ട് ചെയ്താൽ 5 വരും. സോ 3 ഇൻറ്റു 9, 5, 45, 5 ശിഷ്ടം 4, 5, 4, 9, 3, 5, 15, 5 ശിഷ്ടം 1, 9, 3, 27, 1, 28, 285. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്, 285. ക്ലിയർ ആണല്ലോ? അടുത്ത 24ാമത്തെ ചോദ്യം. കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് നമ്പർ ഫ്രം 1 to 10. നേരത്തെ ഇക്വേഷൻ തന്നെ എന്നിന് 10 കൊടുത്താൽ മതി. ശരിയല്ലേ? ഇപ്പൊ എന്നിന് 9 കൊടുത്തപ്പോൾ 285. അപ്പൊ അതിന്റെ കൂടെ അത് 1 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 9 സ്ക്വയർ ആണ്. അതിന്റെ കൂടെ 10 സ്ക്വയറും കൂടെ കൂട്ടിയാൽ മതി, 100 കൂടെ കൂട്ടിയാൽ മതി. 285ന്റെ കൂടെ 100 കൂടെ കൂട്ടിയാൽ 385 ഉണ്ടോ? യെസ്, ഓപ്ഷൻ സി 385 ആയിരിക്കും ആൻസർ വരുന്നത്. ആ ഫോർമുലയിൽ കൊടുത്താൽ മതിയോ? എന്താണ് ഫോർമുല? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ അതിനകത്ത് എന്നിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10 ഇൻറ്റു 11 ഇൻറ്റു 21 ഡിവൈഡഡ് ബൈ 6. കട്ട് ചെയ്താൽ 5ഉം 3ഉം വരും. 3, 7, 21, 5 ഗുണം 77, 7, 5, 35, 5 ശിഷ്ടം 3, 7, 5, 35, 3, 38, 385 ഒരു ആൻസർ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, 25ാമത്തെ ചോദ്യം. The sum of consecutive multiples of 2 is 66. Find the largest number എന്നുള്ളതാണ് ചോദ്യം.
ഓക്കെ. അപ്പൊ അതിനകത്ത് ആദ്യത്തെ മൾട്ടിപ്പിൾ ഇത് സം ആണ് കേട്ടോ. ആവറേജ് ആണെങ്കിലാണ് മിഡിലൊക്കെ എടുക്കുക. ഓർത്തോണേ, സമ്മിനകത്ത് കയറി ആവറേജിന്റെ കൺസെപ്റ്റ് ചെയ്യരുത്. ആവറേജ് ഇപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചതേ ഉള്ളൂ. സം ഓഫ് 5 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 2. ഇപ്പൊ 2ന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ നമുക്ക് 2x ആയിട്ട് എടുക്കാം. ഓക്കെ. അടുത്തത് എന്തായിരിക്കും? കോൺസിക്യൂട്ടീവ് അടുത്ത മൾട്ടിപ്പിൾ എന്തായിരിക്കും? ഇതിനെ കൂടെ 2 കൂട്ടിയാൽ മതി. 2x പ്ലസ് 2. അടുത്തത് 2x പ്ലസ് 4. അടുത്തത് 2x പ്ലസ് 6. ഇപ്പൊ 4 പേരായി. 2x പ്ലസ് 8. 5 പേരായി. ഈ 5 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മൾട്ടിപ്പിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 660 ആണ്. സം എന്ന് പറയുമ്പോൾ എന്താണ് വരിക? ഇത് എ പി അല്ലേ? എ പിയുടെ സം എന്താണ്? n/2 ഇൻറ്റു ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ്. അപ്പൊ 5 പേരാണ്. അപ്പൊ 5/2 ഇൻറ്റു ഫസ്റ്റ് 2x പ്ലസ് ലാസ്റ്റ് 2x പ്ലസ് 8. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഓക്കെ. അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ അത് ഫോർമുല ഇപ്പൊ ചിലർക്കൊന്നും അന്നേരം ഇത് തോന്നൂല. ചുമ്മാ കൂട്ടിയാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ. 2x 2x 4x. 4 2 6x, 6 2 8x, 2 10x പ്ലസ് 4 2 6, 6 6 12, 12 8 എന്താണ്? 20. എല്ലാം കൂടെ ആഡ് ചെയ്താൽ 20 കിട്ടും. അത് എത്രയാന്നാ പറയുന്നത്? 660 ആണെന്നാ പറയുന്നത്. ഓക്കെ. അവിടെ നമുക്ക് 10x എത്രയാണോ കിട്ടുന്നത്? 660 മൈനസ് 20 ഈക്വൽ ടു 640. അവിടുന്ന് എക്സ് ഇസ് ഈക്വൽ ടു 64. ഓക്കെ. എക്സിന്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 64 കിട്ടുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് ലാർജസ്റ്റ് നമ്പർ ആരാ? ലാർജസ്റ്റ് നമ്പർ 2x പ്ലസ് 8 ആണ്. ശരിയല്ലേ? കൂട്ടത്തിൽ ഏറ്റവും വലിയ നമ്പർ ആരാണ്? 2x പ്ലസ് 8 ആണ് വലിയ നമ്പർ. അതിനകത്ത് എക്സിന്റെ വാല്യൂ ആയിട്ടുള്ള 64 അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു 64 പ്ലസ് 8. 24 8 2 16 12. ഓക്കെ. പ്ലസ് 8. 8 8 16 6 ശിഷ്ടം 1 2 1 3 136. ഓപ്ഷൻ ഡി ആണ് ആൻസർ കിട്ടുന്നുണ്ടാവും. ശരിയാണല്ലോ. ഓപ്ഷൻ ഡി 136 ഈസ് ദ ആൻസർ. സോ ഇത്രയുമാണ് പ്രധാനമായിട്ടും നമുക്ക് നമ്പർ സിസ്റ്റം എന്നുള്ള ടോപ്പിക്കിനകത്ത് പഠിക്കാനുണ്ടായിരുന്നത്. എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ട് കാര്യമായിട്ട് പഠിക്കാം. ഓക്കെ. സോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.